അവിടെ പട്ടികളില്ല, അവിടെ പാമ്പില്ല, പിന്നെ സംഗീതം കുറവാണ്. ഇവിടെ നിന്നൊരു കപ്പൽ വന്നില്ലെങ്കിൽ ലക്ഷദ്വീപ് പട്ടിണിയാണ്. ലക്ഷദ്വീപും നമ്മുടെ സിനിമാ താരം മമ്മൂട്ടിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് വലിയ രീതിയിൽ അങ്ങനെ ആർക്കും അറിയാത്തൊരു സംഭവം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷമമായിരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നൂടെ മമ്മൂക്ക. നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി ഇന്നും ലക്ഷദ്വീപിൽ ഇല്ല എന്നുള്ളത് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഡെലിവറി കേസ് വരെ സീരിയസ് ആയിട്ട് ബോട്ടിൽ വരെ കൊണ്ടുവന്ന് ഡെലിവറി നടന്ന സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ രീതിയിൽ നമുക്കൊരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കേണ്ട വരും. എനിക്ക് പട്ടി കാരണം പുള്ളി കേരളം വന്നിട്ടേ ഇല്ല, കേരളത്തിൽ വന്നിട്ടേ ഇല്ല. വാട്സപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ 1/2 മണിക്കൂറോളം നമ്മളിങ്ങനെ ഫോണിൽ കുത്തിയിരിക്കണം. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഈ ലക്ഷദ്വീപിലെ കഥകളൊക്കെ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷദ്വീപ് ബ്ലോഗറാണ് സ്വാദിക്. വെൽക്കം. താങ്ക് യു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കേണ്ട വരും. ഞാൻ മാത്രം അങ്ങനെ വെച്ചാൽ എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും കൂടി ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാം, കണ്ണിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇന്നലെ രാവിലെ മുതലാണ് സംഭവം വന്നത്. അപ്പോൾ നമുക്ക് മാറ്റാനും പറ്റൂല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ. അപ്പോൾ എനിക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി ജാടക്കാരാണ്, കുറച്ച് അഹങ്കാരികളാണ്. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിൽ വന്നിട്ട്? നാടല്ലല്ലോ ഇത്, നിങ്ങൾക്ക് ശരിക്കും നാടല്ലല്ലോ, വിദേശമാണ്. കേരളം നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമാണല്ലോ. നമ്മളെപ്പോഴും എന്താ പറയാ, എന്ത് പ്രശ്നം വന്നാലും എന്ത് വന്നാലും എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നാട് വിട്ടൊരു നാട് എന്ന് വേണമെങ്കിൽ പറയാം. നാട് വിട്ട് നാടെന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണ് യൂഷ്വലി കേരളത്തിലോട്ട് വരാറ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോവാറുണ്ടോ? എപ്പോ അവസരം കിട്ടി അപ്പൊ കേരളത്തിലേക്ക് ചാടാറുണ്ട്. അതായത് നമ്മളിപ്പോ അവിടെ കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണല്ലോ. അപ്പൊ നമുക്ക് എപ്പോ അവസരം കിട്ടി അപ്പോഴൊക്കെ കേരളത്തിലേക്ക് ചാടാറുണ്ട്. ഇപ്പൊ പുതിയ സിനിമ കാണാനാണെങ്കിലും പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനും ഏതിനും നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തെയാണ്. അപ്പൊ അവസരം കിട്ടിയ അപ്പൊ ചാടും. യൂഷ്വലി നമ്മുടെ കേരളത്തിലുള്ളവർക്കായി നമുക്ക് പൊതുവെ ലക്ഷദ്വീപ് എന്ന ഒരാളാ ലക്ഷദ്വീപ് എന്നാന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആവശ്യം എന്താ? ആളുകള് ലക്ഷദ്വീപിൽ കൊണ്ടുപോകുന്നാണോ? തീർച്ചയായിട്ടും അതെ. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ സത്യം ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട് അവിടെ. കാരണം ഒരു യുണീക്ക് ആണല്ലോ. അപ്പൊ പിന്നെ എപ്പോഴും ആൾക്കാരുടെ എപ്പോഴും ആവശ്യം ഇത് തന്നെയാണ്. ലക്ഷദ്വീപിൽ കൊണ്ടുവരണം, നാട്ടിലേക്ക് കൊണ്ടുപോകണം, നാട് കാണിക്കണം. അതൊക്കെ തന്നെയാണ് എപ്പോഴും എല്ലാവരുടെയും എന്താ പറയാ ആഗ്രഹം. ആരെയും കൊണ്ടുപോയിട്ടുണ്ടോ ലക്ഷദ്വീപ്? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ ആലുവ MES കോളേജ് മാറമ്പള്ളിയിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഹോസ്റ്റൽ മേറ്റ്സിനെ ആണെങ്കിലും നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ ആണെങ്കിലും ഒക്കെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ പൊതുവെ അപ്പം ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും ലക്ഷദ്വീപ് വന്ന് കാണാനും പോവാനും. തീർച്ചയായിട്ടും ഇങ്ങനെ ഭയങ്കര ഒരു രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം പക്ഷെ ലക്ഷദ്വീപ് ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ പൈസ ഉണ്ടെങ്കിലും പാസ്പോർട്ട് ഉണ്ടെങ്കിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷെ ലക്ഷദ്വീപിൽ വരണമെങ്കിൽ നമുക്ക് ലക്ഷദ്വീപുകാരനായിട്ടുള്ള ഒരാളെ പരിചയം വേണം, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഒരാളെ അറിയണം, എങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാൻ പറ്റും. അപ്പൊ നമ്മൾ യൂഷ്വലി ഈ അനാർക്കലി മൂവിയൊക്കെ കണ്ടതിന് ശേഷമാണ് ലക്ഷദ്വീപ് ഇത്രയും ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മൂവി കണ്ടപ്പോഴാണ് അവിടുത്തെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അപ്പം എങ്ങനെയായിരുന്നു ഈ അനാർക്കലിക്ക് മുൻപും ശേഷവും അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും അല്ലെങ്കിൽ ആളുകളുടെ ഈ പറയുന്ന പോലെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ വ്യത്യാസമായിരുന്നു? അപ്പോൾ അനാർക്കലിക്ക് മുമ്പ് ഇപ്പൊ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് അതെവിടെയാന്നൊക്കെ ചോദിക്കുകയായിരുന്നു. പക്ഷെ അനാർക്കലിക്ക് ശേഷം ലക്ഷദ്വീപ് കുറച്ചുകൂടി വൈഡായിട്ടുണ്ട്. അതായത് ഇപ്പോൾ അനാർക്കലി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്, ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്താണ് അനാർക്കലി റിലീസ് ആയത് ഇവിടെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് തന്നെ ആൾക്കാർ അനാർക്കലി ഇത്രയും അടിപൊളിയാണോ നിന്റെ നാടെന്നൊക്കെ ചോദിച്ചിട്ട് നാട്ടിൽ വരണം എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പൊ അനാർക്കലി സത്യം പറഞ്ഞാൽ ഒരു ബ്രാൻഡായിട്ടുണ്ട്, ലക്ഷദ്വീപിന്റെ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് അനാർക്കലി. അത് സംശയമില്ലേ? അത് അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും കൂടുതലും അറിയുന്നത് കവരത്തി ദ്വീപിനെ കുറിച്ചായിരിക്കും, ടൂറിസം ഒക്കെ. അതല്ലാതെ മറ്റൊരുപാട് ദ്വീപുകളുണ്ടല്ലോ. ഒരുപാടെന്ന് വെച്ചാൽ 10-34 ഉണ്ട്. അതില് 10 ജനവാസമുള്ളൂ. 10 ജനവാസമുള്ള ദ്വീപുകൾ. ഈ ജനവാസം ഉള്ളതിൽ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ? ജനവാസമുള്ള ഏറ്റവും ചെറിയത് ബിത്ര എന്ന് പറയും.
അവിടെ എത്ര പേര് കാണും? അവിടെ 200-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ ജനവാസം. 1/2 കിലോമീറ്ററേ അദീബുള്ളൂ. അതിനകത്തൊരു ചെറിയൊരു സ്കൂളുണ്ട്, 7ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്, പിന്നെ ചെറിയൊരു ഹെൽത്ത് സെന്റർ ഉണ്ട്, പിന്നെ ഒരു കട ഉണ്ട്, ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ചുറ്റും കടല് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വളരെ കൗതുകം നിറഞ്ഞ ഒരു സ്ഥലം. ഈവൻ ഞങ്ങൾക്ക് പോലും, ഞാൻ പോയാൽ പോലും അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒരു വണ്ടി പോലും അവിടെ ഇല്ല. ഒരു സൈക്കിള് പോലും നമുക്ക് പേരിന് കാണാൻ പറ്റില്ല. അവിടെ നടക്കുന്ന മനുഷ്യന്മാരേ ഉള്ളൂ, വണ്ടി ഓടിക്കുന്ന മനുഷ്യന്മാരില്ല. വണ്ടിയുടെ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ല, ഒരു പൊല്യൂഷൻ പോലും ഇല്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഒരു അത്ഭുത ദ്വീപ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിലുള്ള ഒരു സ്ഥലം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളല്ലേ എവിടെ ഉള്ളൂ? അപ്പൊ അതിനുശേഷം കുട്ടികളൊക്കെ എങ്ങനെയാണ്? അതിനുശേഷം അവർ വേറെ ദ്വീപിൽ പോകും. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ദ്വീപിലൊക്കെ +2 വരെ ഉണ്ട്. അപ്പൊ അതിനുശേഷം അവർ ഹയർ സ്റ്റഡീസിന് ചെത്തിലാത്ത് എന്നൊരു ദ്വീപുണ്ട്, അവിടേക്കാണ് അധികം. അവിടെ നിന്നുള്ള കുട്ടികൾ ഹയർ സ്റ്റഡീസിന് പോകും. അപ്പൊ ഇങ്ങനെ ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. കടലോളം ഉണ്ട് ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ. ഇതുവരെ നമുക്ക് ആർക്കും അറിയാത്ത ലക്ഷദ്വീപിലൊരു രഹസ്യമായിട്ട് വെച്ച് നിങ്ങൾക്ക് മാത്രം സീക്രട്ടായിട്ട് അറിയുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? പുറം ലോകത്ത് അത്രയ്ക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപും നമ്മുടെ സിനിമാ താരം മമ്മൂട്ടിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് വലിയ രീതിയിൽ അങ്ങനെ ആർക്കും അറിയാത്തൊരു സംഭവം എന്നാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നത്. കാരണം അതായത് മമ്മൂട്ടി ടൈംസ് എന്ന് പറഞ്ഞൊരു പഴയ ഒരു മാസികയിൽ മമ്മൂട്ടി ജീവചരിത്രം എഴുതുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ്, ലക്ഷദ്വീപിലെ മഹാരാജാസിൽ പഠിച്ചിരുന്ന കാലത്ത് ലക്ഷദ്വീപുകാർക്കൊരു അസോസിയേഷൻ ഉണ്ട്, ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക്. ആ വിദ്യാർത്ഥികളുടെ ആ അസോസിയേഷന്റെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് അനൗൺസ്മെന്റ് നടത്തിയ ഞാനായിരുന്നു. അതിന് 10 രൂപയും ബിരിയാണിയുമായിരുന്നു പ്രതിഫലമെന്ന് മമ്മൂട്ടി എഴുതിയിട്ടുണ്ട്. അതെ, അതായത് മമ്മൂട്ടിക്ക് ആദ്യം പ്രതിഫലം കൊടുത്തത് ലക്ഷദ്വീപുകാരാണെന്നുള്ളൊരു കൗതുകം ഉണ്ട്. അധികം അങ്ങനെ ആർക്കും അറിയാത്ത ഒരു കഥയാണത്. മമ്മൂക്കൊക്കെ ഫസ്റ്റ് പ്രതിഫലം കിട്ടിയത് ലക്ഷദ്വീപിലെ ആളുകളുടെ. അതെ, അതും 10 രൂപയും ബിരിയാണി. അപ്പോ മമ്മൂക്ക എന്നിട്ട് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ലക്ഷദ്വീപിലേക്ക് പിന്നീട് എങ്ങനെ മമ്മൂക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? വേറെന്തെങ്കിലും അങ്ങനെ? ഇല്ല, മമ്മൂക്ക ഇതുവരെ വിസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ലക്ഷദ്വീപില്. മമ്മൂക്ക വിസിറ്റ് ചെയ്താൽ ഭയങ്കര ഒരു സംഭവം. മമ്മൂക്ക ഇതുവരെ ലക്ഷദ്വീപിൽ വന്നിട്ടില്ല, പക്ഷെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും പുള്ളി. മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവമുണ്ട്. ലക്ഷദ്വീപ്, ഈ സേവ് ലക്ഷദ്വീപ് ഇഷ്യൂ അറിയാലോ. അതായത് ഭയങ്കര ഒരു സീനായിരുന്നു. കേരളം ലക്ഷദ്വീപിനെ എത്രത്തോളം ചേർത്ത് നിർത്തുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് ദിവസങ്ങളാണ് ഈ സേവ് ലക്ഷദ്വീപിന്റെ സമയം. അപ്പോൾ ആ സമയത്ത് ഈവൻ നമ്മുടെ പൃഥ്വിരാജ് ആണെങ്കിലും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു പബ്ലിക്കായിട്ട് പുള്ളി ഒന്നിനും വരാത്തൊരു ഒപ്പീനിയൻ കാണിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മളൊരു പ്രഷറിലല്ലേ നിൽക്കുന്നത്, നമ്മളിങ്ങനെ ഒരു വിഷമത്തിലൊക്കെ നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഞാനൊരു തുറന്ന കത്ത് എഴുതിയിരുന്നു. അതായത് മമ്മൂക്ക വളരെ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം തന്നെ മമ്മൂക്ക താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ലക്ഷദ്വീപുകാർ. അപ്പോൾ താങ്കൾക്ക് ആദ്യത്തെ പ്രതിഫലം നൽകിയത് ലക്ഷദ്വീപുകാരാണെന്ന്, ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളാണ് ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് താങ്കൾ എഴുതിയത്. അപ്പോൾ താങ്കളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വിഷമമായിരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നൂടെ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് ആ 10 രൂപയുടെയും ബിരിയാണിയുടെയും ഒരു സ്നേഹം ഞങ്ങൾക്ക് തന്നൂടെ മമ്മൂക്ക എന്ന് ചോദിച്ചിട്ട് ഞാനൊരു തുറന്ന കത്ത് ആ സമയത്ത് എഴുതിയിരുന്നു. അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു, പത്രത്തിലും പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന് ഭയങ്കര ഒരു സീനായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇങ്ങനെ സീനായ സമയത്ത് മമ്മൂക്ക ഫാൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിരുന്നു, കോൾ ചെയ്തു. അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ മമ്മൂക്ക ഈ സാധനം കണ്ടിട്ടുണ്ട്, അപ്പോൾ മമ്മൂക്കൊക്കെ ഒരു വിഷമമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മമ്മൂക്ക ലക്ഷദ്വീപിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ കണ്ണ് തിമിര സംബന്ധമായിട്ടുള്ള പല ക്യാമ്പും കാര്യങ്ങളൊക്കെ മമ്മൂക്കയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം നമുക്കും എന്തായാലും ആ ഒരു സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ തീർച്ചയായിട്ടും. നമ്മുടെ മമ്മൂക്കയെ പോലുള്ളൊരു മെഗാതാരം നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ശക്തിയല്ലേ. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട് മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മറ്റ് സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും പിന്നെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഒരു കാരണം, പൃഥ്വിരാജ് ഞങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അനാർക്കലി സിനിമ തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിലിങ്ങനെ എഴുതി കാണിക്കുന്നത് ദൈവത്തിന്റെ മനസ്സുള്ള കവരത്തി ദ്വീപ് നിവാസികൾക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പൊ അത്രത്തോളം നമ്മുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് പൃഥ്വിരാജ്. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ അത്രത്തോളം ചേർത്ത് നിർത്തിയത്. പിന്നെ പട്ടിയും
പാമ്പും ഒന്നുമില്ലാത്തൊരു നാടാന്ന് പറയുന്നത് കേട്ടു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ പട്ടി ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വന്ന സമയത്ത് ഒരു പട്ടിയെ കൊണ്ട് വന്ന് അപ്പൊ ആളുകളെല്ലാം പട്ടിയെ കണ്ടിട്ട് ഭയങ്കര കൗതുകം കാണിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അപ്പോഴാണോ അതോ അതിനു മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ നാട്ടിൽ? അതിനു മുമ്പ് കുറെ മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മ വന്നതിന് ശേഷം ആ സമയത്താണ് പട്ടി വന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാദിക്ക് എപ്പോഴാണ് ആദ്യമായിട്ടൊരു പട്ടീനെയൊക്കെ നേരിട്ട് കാണുന്നത്? കേരളത്തിൽ വരുമ്പോഴാണ്. എത്ര വയസ്സിലായിരിക്കും? അതൊരു 5-6 വയസ്സുള്ള സമയത്ത്, എൻ്റെ ഓർമ്മയിൽ ഒരു 6-7 വയസ്സുള്ള സമയത്താണ് നമ്മൾ കേരളത്തിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് അപ്പോഴാണ് കേരളത്തിലോട്ട് വരുന്നത്. പട്ടിനെ കാണുന്നതിന് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്റ്റിൽ അങ്ങനെ ഒരു പേടിയുണ്ട് ഇങ്ങനെ കാണാതെ നിൽക്കുന്നോണ്ടൊക്കെ. സ്റ്റിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് പഠിച്ച് ഇവിടത്തെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോ ഓക്കെയാണ്. എന്നാലും ഒരു പേടിയുണ്ട്. പക്ഷെ പഴയ ഒരു ഇതില്ല നമുക്ക്, അങ്ങനത്തെ ഒരു സംഭവമില്ല. സ്റ്റിൽ നമ്മുടെ ലക്ഷദ്വീപില് ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ലാത്തതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടോ ദ്വീപില് തന്നെ? അവിടെ തന്നെ നിൽക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോ ഞാൻ പറയാം, എൻ്റെ അറിവിൽ സിദ്ദിഹുവ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അയാള് കവരത്തി വിട്ടിട്ട് 40 വർഷത്തിലേറെയായി. ആ 8 കിലോമീറ്ററിനകത്താണ് പുള്ളി ജീവിക്കുന്നത്. അതായത് പുള്ളി വരാണ്ടിരിക്കാൻ ഒരു റീസൺ ഉണ്ട്. പുള്ളി പണ്ടൊരു 40 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വന്നിരുന്നു. അപ്പൊ പ്രേം നസീറിന്റെ ഏതോ സിനിമ കാണാൻ വേണ്ടി ഷെനാസ് തിയേറ്ററിൽ പുള്ളി പോയി. അപ്പൊ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിനെ ഒരു പട്ടി ഓടിച്ചു. പട്ടി ഓടിച്ചപ്പോൾ പുള്ളിക്ക് ആകെ പേടിച്ച് പുള്ളി പിറ്റേന്നത്തെ കപ്പലിൽ അവിടെ നിന്ന് കയറി നാട്ടിൽ കയറി പോന്നു. പിന്നെ അതിനുശേഷം പുള്ളി കൊച്ചി വന്നിട്ടില്ല, നാട്ടിൽ തന്നെ. പട്ടി കാരണം പുള്ളി കേരളം വന്നിട്ടേ ഇല്ല, കേരളത്തിൽ വന്നിട്ടേ ഇല്ല. അങ്ങനത്തെ അപ്പൊ അങ്ങനെ ആ ഒരു ചുറ്റളവിൽ മാത്രം ജീവിക്കുന്ന. ഇപ്പൊ ശരിക്കും ഇപ്പൊ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ ദ്വീപ് എന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാനം, ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് വേണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ശരിക്കും പറഞ്ഞാല് ചില സമയത്തൊക്കെ നമുക്ക് തോന്നിപ്പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം തോന്നിപ്പോവും. കാരണം അത് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 6 മണിക്ക് ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഇങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതായത് നമ്മൾ എയർ ആംബുലൻസിൽ ലിഫ്റ്റ് ആണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ 6 മണിക്ക് ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കണം. ആ ജീവനോട് മല്ലിട്ടുകൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം. നമുക്ക് പുറത്തു പോകാനുള്ളൊരു സാഹചര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 മണി നേരം വെളുക്കുന്നവരെ പുള്ളി രോഗി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ കിടക്കണം. അങ്ങനെ ജീവൻ ആപത്ത് വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ ജീവൻ പോയ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ആ ഒരു നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇന്നും ലക്ഷദ്വീപിൽ ഇല്ല എന്നുള്ളത് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ലക്ഷദ്വീപിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എന്താ നമ്മുടെ ഹോസ്പിറ്റൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ലക്ഷദ്വീപിൽ അഡ്വാൻസ് ആയിട്ട് ഹോസ്പിറ്റൽസ് ഉള്ള മീൻസ് നമുക്ക് പേരിന് കുറച്ച് നല്ല ഹോസ്പിറ്റൽ എന്ന് പറയാനുള്ളത് 2 ദ്വീപിലാണ്, അഗത്തിയിലും കവരത്തിയിലും, ഞങ്ങളുടെ ദ്വീപായ കവരത്തിയിലും. അപ്പോൾ ഇവിടെയാണ് പിന്നെയും കുറച്ച്, ഇപ്പൊ മറ്റു ദ്വീപുകളിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് സീരിയസ് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കവരത്തിയിലേക്കോ അഗത്തിയിലേക്കോ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഈവൻ ഈ ഡെലിവറി കേസ് വരെ സീരിയസ് ആയിട്ട്, രാത്രി കാലങ്ങളിൽ സീരിയസ് ആയിട്ട് ബോട്ട് അറേഞ്ച് ചെയ്ത് ബോട്ടിൽ വരെ കൊണ്ടുവന്ന് ഡെലിവറി നടന്ന സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കിൽത്താൻ പോലുള്ള ദ്വീപിൽ എന്തെങ്കിലും ഒരു പെണ്ണിന് പെട്ടെന്ന് സീരിയസ് ഇഷ്യൂ ആയി ഡെലിവറിക്ക്. അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അപ്പോഴത്തേക്ക് ഇപ്പോൾ രാത്രി ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത് ബോട്ടിൽ ഈ പെണ്ണിനെ കൊണ്ടുവന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ കടലിലൂടെ. ഇപ്പോൾ ബോട്ടിലൂടെ ഈ പെണ്ണിനെ ലിഫ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് കവരത്തിൽ കൊണ്ടുവന്ന് ഡെലിവറി നടന്ന കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യൂഷ്വലി നിങ്ങളപ്പോൾ ഇങ്ങനെ ഈ ഡെലിവറി കേസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, കൊച്ചിയിലോട്ടാണോ വരാറ് അതോ നേരത്തെ വന്ന് കൊച്ചിയിലാണോ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാറ്? കൊച്ചിയിൽ ഇപ്പോൾ ഭയങ്കര സീരിയസും കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊച്ചിയിലേക്ക് തീർച്ചയായും കൊച്ചിയിലേക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യും. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വരും. ഈ വെതറിന്റെ ഇഷ്യൂ വരുമ്പോഴെന്താ ചെയ്യുന്നത്? വെതറിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കടല് അത്ര ശാന്തമല്ലാത്ത സമയങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ ലക്ഷദ്വീപിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയമാണ്. അതായത് ഈ വർഷകാലം. ആ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടാണ്. ചെറിയ കപ്പലുകളൊന്നും സർവീസ് നടത്തില്ല, ബോട്ടുകൾ ഇന്റർ ഐലൻഡ് പോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾക്കൊക്കെ ക്ഷാമം നേരിടേണ്ടി വരും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടം ടൂറിസം എല്ലാം നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ എന്താ നമ്മുടെ കിട്ടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം എന്താ? കിട്ടാനായിട്ട് എല്ലാം ബുദ്ധിമുട്ടാണ്. ശരിക്കും എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കപ്പൽ വന്നില്ലെങ്കിൽ, കേരളത്തിൽ നിന്ന് കപ്പൽ വന്നില്ലെങ്കിൽ ലക്ഷദ്വീപ് പട്ടിണിയാണ്.
പട്ടിണിയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലക്ഷദ്വീപിലേക്കുള്ള എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്ന് വേണം വരാൻ. അവിടെ ആകെയുള്ളത് തെങ്ങും തേങ്ങയും മീനും മാത്രം. സ്വന്തം എന്ന് പറയാൻ ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വന്നിട്ട് വേണം കിട്ടാൻ. അപ്പൊ അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കപ്പലിനൊക്കെ ഡിലേസ് ഒക്കെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കപ്പലിന് ഡിലേ വന്നിട്ട് ബുദ്ധിമുട്ടിയ അവസരം തീർച്ചയായിട്ടും. കപ്പൽ ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് ഒരു കപ്പൽ ഉണ്ടായിരുന്നുള്ളൂ സർവീസ് നടത്താൻ. അത് 70,000-70,000 അടുത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപുകാർ കഴിഞ്ഞ ഒരു 10 മാസത്തോളമായിട്ട് ഒറ്റ ഷിപ്പാണ് സർവീസ് നടത്തിയിരുന്നത്. അതായത് 400 ആൾക്കാർ കയറാൻ പറ്റുന്ന ഒരു ഷിപ്പ്. അപ്പോൾ ഒരു ദ്വീപിൽ പോയിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അടുത്ത ദ്വീപിൽ ഷിപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നിയ സമയത്ത് അത്യാവശ്യത്തിന് ഇപ്പോൾ നമുക്ക് കയറി പോരാൻ പറ്റില്ല. ഇപ്പം ഫ്ലൈറ്റിൽ എല്ലാവരെ കൊണ്ടും വരാൻ പറ്റില്ലല്ലോ. ഫ്ലൈറ്റ് എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാരെ കൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഷിപ്പിനാണ് നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. പിന്നെ നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു ഇതാണ്, നിങ്ങൾ നമ്മളൊക്കെ യൂഷ്വലി ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം എത്ര നാളായി ലക്ഷദ്വീപിലോട്ട് ഇത്തരം സൈറ്റ്സിലൊക്കെ ഡെലിവറി ഒക്കെ ഓപ്പൺ ആയിട്ട്? അതിപ്പോൾ ഒരു 1-2 വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. 2 വർഷത്തിനടുത്താണ് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയത്. ഈവൻ നെറ്റ്വർക്ക് ആയാൽ പോലും പണ്ടൊക്കെ ഫോൺ ഇപ്പൊ ടോവിനോ വന്നിരുന്നു അവിടെ. ടോവിനോ വന്ന സമയത്ത് പുള്ളി ആ മായാനദിയുടെ ഒക്കെ ഷൂട്ടിന്റെ സമയത്താണ് പുള്ളി വന്നത്. അപ്പൊ പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിൽ പുള്ളി പറയുന്നുണ്ട് ഈ മായാനദിയുടെ ഷൂട്ടിന്റെ കാര്യത്തിന് ആഷിഖ് അബു പുള്ളിനെ വിളിച്ച സമയത്ത് പുള്ളി കടപ്പുറത്ത് ഏതോ മൂലയിലൊക്കെ നിന്നിട്ടാണ് നെറ്റ്വർക്ക് കിട്ടിച്ചെന്നൊക്കെ പുള്ളി പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ 1/2 മണിക്കൂറോളം നമ്മളിങ്ങനെ ഫോണിൽ കുത്തിയിരിക്കണം. വാട്സപ്പിൽ ടെക്സ്റ്റ് സെൻഡ് ചെയ്യാൻ അത്രത്തോളം പരിതാപകരമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് വഴി കടലിനടിയിലൂടെയുള്ള കൊച്ചിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അക്ഷയെ പോലുള്ള ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ആക്റ്റീവ് ആകാൻ പറ്റുന്നതൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ ഇപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കി ഇത്രയും താമസം വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യാനോ ഒന്നും ചിന്തിക്കേ വേണ്ട. ഇവനിപ്പോൾ ഞാനൊക്കെ ആ സമയത്ത് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തെങ്ങിൻ്റെ മുകളിലൊക്കെ ഫോൺ വെച്ച സമയം ഉണ്ടായിട്ടുണ്ട്. തെങ്ങിന്റെ മുകളിൽ ഫോൺ വെച്ചിട്ടുണ്ട്. ഫോൺ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ എത്ര സമയം എടുത്താണ് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ? ഒരു ദിവസം വേണ്ടി വരും. ഒരു ദിവസവും നമ്മളിപ്പോ തെങ്ങിന്റെ മുകളിൽ ഫോൺ സേഫായിട്ട് ഫോൺ വെക്കണല്ലോ. ഫോൺ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോയി നോക്കും. രാവിലെ പോയി നോക്കിയാൽ ചിലപ്പോൾ എററായിരിക്കും. പിന്നെ വീണ്ടും വെക്കും. അങ്ങനെ കുറെ കഷ്ടപ്പാടായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പൊ പിന്നെയും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു, അഡ്വാൻസ്ഡ് ആയി. നെറ്റ്വർക്കിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായി. സ്വാതിക്ക് ഇപ്പോൾ ഒരുപാട് ലക്ഷദ്വീപിൽ തന്നെ എല്ലാ ദ്വീപും കവർ ചെയ്തിട്ടുണ്ട്. ആൾതാമസം ഇല്ലാത്ത ദ്വീപുകളോ? ആൾതാമസം ഇല്ലാത്ത കുറച്ച് ദ്വീപുകളിൽ പോയിട്ടുണ്ട്. ആൾതാമസമുള്ള എല്ലാ ദ്വീപിലും ഞാൻ പോയിട്ടുണ്ട്. ഉള്ളത് ഈ ആൾതാമസം ഇല്ലാത്ത ദ്വീപുകളിലെല്ലാം ഒന്നും നമുക്ക് കാണാനുള്ള പെർമിഷൻ ഇല്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ല. പുറമേ നിന്നുള്ള ആൾക്കാർക്ക് എല്ലാ ദ്വീപിലും പോകണമെങ്കിൽ ഓരോ ദ്വീപിലും പെർമിഷൻ എടുത്ത് വേണം പോകാൻ. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഏത് ദ്വീപിലും പോകണമെങ്കിലും പോവാം. ഈ ആൾതാമസം ഇല്ലാത്ത എല്ലാ ദ്വീപിലും നിങ്ങൾക്ക് കയറാം. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. റെസ്ട്രിക്ഷൻസ് ഒന്നും നിലവിൽ റെസ്ട്രിക്ഷൻസ് അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ല. ലക്ഷദ്വീപിൽ മാത്രം കിട്ടുന്ന സംഭവം എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലക്ഷദ്വീപിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം എന്താ? ലക്ഷദ്വീപിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം, ലക്ഷദ്വീപിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ സമാധാനം. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഡസൺ കണക്കിന് സമാധാനം ലക്ഷദ്വീപിലുണ്ട്. നിങ്ങൾ എത്രത്തോളം ഒരു പീസ് ലവറാണ്, നിങ്ങൾ എത്രത്തോളം സമാധാനം ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം നിങ്ങൾ ലക്ഷദ്വീപിനെ ഇഷ്ടപ്പെടും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ പട്ടികളില്ല, അവിടെ പാമ്പില്ല, നമ്മളെ ശല്യം ചെയ്യുന്ന, നമ്മളേതെങ്കിലും പാതിരാത്രി ഒരു ബീച്ചിൽ പോയിരിക്കുമ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ വരുന്ന പോലീസുകാരില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യന്മാരില്ല. പിന്നെ സംഗീതം കുറവാണ്. അതുകൊണ്ട് സമാധാനം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ലക്ഷദ്വീപ്. പട്ടിയില്ല, പാമ്പില്ല, ഡിസ്റ്റർബ് ചെയ്യുന്ന പോലീസുകാരില്ല, ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനങ്ങളും അവിടെ ഇല്ല. കേരളത്തിൽ ഡിസ്റ്റർബൻസ് ആവുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവിടെ ഇല്ല. അത്രേ ഉള്ളൂ. സമാധാനമായിട്ട് ഒരു സിനിമ പോലും എടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത്. നമ്മുടെ നാട്ടിലെ രീതിയിൽ നമുക്കൊരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് അവിടെ ഒരു സമാധാനവും പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പൊ എന്തായാലും നിങ്ങളുടെ സമാധാനം നിങ്ങൾക്കെങ്കിലും ഇരിക്കട്ടെ. സമാധാനം കണ്ടിന്യൂസ് ആയിട്ട് ആ സമാധാനം അങ്ങനെ തന്നെ പോട്ടെ. തീർച്ചയായിട്ടും ആ സമാധാനം നിലനിൽക്കട്ടെ. നിലനിൽക്കട്ടെ.